എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സമീപകാലത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് അതിനിർണായകമായി സ്വാധീനം ചെലുത്തിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് കോമ്പീറ്റ് ചെയ്യുന്ന ചൈനയോടും അമേരിക്കയോടാണ്. അതായത് ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു മാർക്കറ്റായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ചൈനയോട് കടപിടിക്കുന്ന രീതിയിലും ചൈനയ്ക്ക് മുകളിലും ഇന്ത്യ വളർച്ച കൈവരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബാക്കുക. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പല അമേരിക്കൻ കമ്പനികളും അതായത് പൈസ കുറഞ്ഞ, അതായത് ചെലവ് തൊഴിൽ വേതനം കുറഞ്ഞ രാജ്യങ്ങളിൽ പോയി അവരുടെ പ്രൊഡക്ഷൻ ഹബ്ബ് തുടങ്ങുന്നു. അപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റിയേക്കുന്നു അവിടുന്ന്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം ഈ കമ്പനികളൊക്കെ, അതായത് അമേരിക്കൻ കമ്പനി ലോകത്ത് പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചൈനയിലും ഇന്ത്യയിലൊക്കെ. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം ഈ കമ്പനികളൊക്കെ എന്താ പറയുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ പറിച്ച് അമേരിക്കയിലേക്ക് നടക്കണം. അതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹം. ശരിക്കും ഈ ഒന്നാം ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോയതിനു ശേഷമാണ് ബൈഡൻ സർക്കാർ വരുന്നത്. അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷനായിട്ട് ഇന്ത്യ നല്ല ബന്ധമായിരുന്നു. അപ്പോഴാണ് G20 ഒക്കെ ഇവിടെ വെച്ച് നടന്നത്. അത് ഗംഭീര വിജയമായിരുന്നു. ശരിക്കും അത് G20 ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തത് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഈ ട്രംപിനെ പുകഴ്ത്താത്തവരെയും ഈ ബൈഡനെയും മറ്റ് ഡെമോക്രാറ്റുകളൊക്കെ പുകഴ്ത്തുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയുന്നത് സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും ഇപ്പോഴും വലിയ വലിയ കമ്പനികൾ, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ കൂടുതലും ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചൈനയിലല്ല, ഇന്ത്യയിലാണ്. നേരത്തെ അവർ ചൈനയിലായിരുന്നു, ഇപ്പോഴും ഇന്ത്യയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആവശ്യം ഈ കമ്പനികളൊക്കെ, പ്രത്യേകിച്ച് എല്ലാ രാജ്യത്തും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, അത് ചൈന, മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യ അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അമേരിക്ക വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാനാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. അതായത് ആരുടെ സഹായമില്ലാതെ റഷ്യ ചില രീതിയിൽ ചില സാങ്കേതിക വിദ്യകളൊക്കെ നിങ്ങൾക്ക് തന്നെ സഹായിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് മാത്രമേ എവിടെയുള്ളൂ, ബാക്കി എല്ലാ മേഖലകളും, അതായത് 90-95% ഇന്ത്യയുടെ ഓൺ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഒരാളെ സഹായം പോലും ഇല്ലാതെ സാങ്കേതിക വിദ്യയിൽ വലിയൊരു പവർഫുൾ രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഡ്രോൺസ്, സ്റ്റെൽത്ത് ഡ്രോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതായത് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ. ഇത് ശരിക്കും ഡൊണാൾഡ് ട്രംപിനെ നന്നായിട്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും മിസൈൽ നോക്കുകയാണെങ്കിൽ മിസൈൽ ഇന്ത്യ ഒരു സൂപ്പർ പവറാണ് ഇന്ത്യയിൽ. അതായത് ഇവിടുന്ന്, അതായത് ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക വരെ എന്താ പറയുക, അമേരിക്കയിൽ ഏത് ടൗണിനെയും ടാർഗറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മിസൈൽസ് ഇന്ത്യയുടെ കൈവശമുണ്ട്. അതായത് ഇന്ത്യയുടെ എന്താ പറയുക മിസൈൽ, ഇന്ത്യ ശരിക്കും അമേരിക്കക്കായിട്ടും പവർഫുൾ ഒരു രാജ്യമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള അഗ്നി 5, അഗ്നി 6, സൂര്യ എന്നീ മിസൈൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കഴിഞ്ഞ ദിവസം ഈ സൂര്യയുടെ അഗ്നി മിസൈൽസിൻ്റെ റേഞ്ച് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8000 കിലോമീറ്ററാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അതല്ല, അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ, അതിനപ്പുറം കിലോമീറ്റേഴ്സ് ഈ അഗ്നി മിസൈൽസിന് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ലോകരാജ്യത്തിന് മുന്നിൽ അത് വെളിപ്പെടുത്താൻ, അതായത് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ലോകത്ത് കുതിച്ച് പൊങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അഗ്നി 5 ഏകദേശം 8000 കിലോമീറ്റർ പരിധി വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അഗ്നി 6 കഴിഞ്ഞ ദിവസം തന്നെ DRDO പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്നി 6 മിസൈൽസ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതായത് ഈ 8000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈൽ ഇന്ത്യയുടെ കൈവശമുണ്ടെങ്കിൽ 18,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന ഈ അഗ്നി 6 മിസൈൽസ് ഇന്ത്യക്ക് നിർമ്മിക്കാൻ പറ്റും. അതായത് പേലോഡിലുള്ള കാര്യങ്ങൾ മാറ്റിമറിച്ചാൽ മാത്രം, അതായത് നമ്മൾ കൊടുക്കുന്ന പേലോഡിൻ്റെ മെഷർമെൻറ്റ് കുറച്ച് കൂട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ അളവിൽ എന്താ പറയേണ്ടത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു കാര്യമാണ് MIRV, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റഡ് വെഹിക്കിൾ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തേക്ക്, ഒരുപാട് മൈൽസ് അപ്പുറം ഈ ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ കേപ്പബിളായി, അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന വെഹിക്കിളാണ് ഈ സംഭവം. അപ്പോൾ ഇവിടുന്ന് ശരിക്കും ഡൽഹി ടു ന്യൂയോർക്ക് ഏകദേശം 13,000 കിലോമീറ്ററാണ് ഏരിയൽ ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് ഏത് സ്ഥലത്തേക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മിസൈൽ ലോഞ്ച് ചെയ്യാം. പിന്നെ അതുമാത്രമല്ല ലോകത്ത് എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് എന്താ പറയുക മിസൈൽസ് ഇടാൻ കേപ്പബിളായ ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പോൾ അമേരിക്കക്കുണ്ട്, അമേരിക്കയുടെ എന്താ പറയുക അമേരിക്കയുടെ പക്കലുണ്ട്. ഏകദേശം അവരുടെ പക്കൽ ഏകദേശം 13,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈൽസ് അമേരിക്കയുടെ കൈവശമുണ്ട്. പക്ഷേ അമേരിക്ക ഭയപ്പെടുന്നത് അമേരിക്കയെ നിർമ്മിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അതായത് 20,000-30,000 കിലോമീറ്റർ അപ്പുറം പോകുന്ന മിസൈൽസ് അമേരിക്കക്കും നിർമ്മിക്കാൻ പറ്റും. പക്ഷേ അമേരിക്കയും ഡൊണാൾഡ് ട്രംപൊക്കെ ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആരുടെ സഹായവുമില്ലാതെ ഇത്രത്തോളം, അതായത് അമേരിക്ക ഒരുപക്ഷെ അമേരിക്കക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വളർച്ച കൈവരിച്ചു. അതാണ് ശരിക്കും അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. ശരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയെ തകർക്കുക.
അതായത് അമേരിക്ക അല്ലാതെ ഒരു വലിയൊരു ഡോമിനേറ്റിംഗ് രാജ്യം ലോകത്തുണ്ടാവാൻ പാടില്ല. അപ്പോൾ ചൈനയെ തകർക്കുക. അപ്പോൾ ഈ ചൈനയെ തകർക്കാൻ അവർ കുറേ നേരം ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴത് ശരിക്കും അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും പൊടി തട്ടിയെടുത്ത് വീണ്ടും ചൈനയ്ക്കെതിരെ അറ്റാക്കൊക്കെ തുടങ്ങും. കഴിഞ്ഞ ദിവസമാണ് ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ വലിയ ടാരിഫൊക്കെ അവർ ഫ്രീസ് ചെയ്തിരുന്നു 90 ദിവസത്തേക്കൊക്കെ. അപ്പോൾ ഇന്ത്യ എന്താ പറയണ്ടേ? അപ്പോൾ ഇന്ത്യ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതായത് അമേരിക്കയുടെ ആവശ്യം ചൈനയെ തളർത്തുക. അപ്പോൾ അമേരിക്കക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ചൈനയെ തളർത്തുമ്പോൾ ആ ബെനിഫിറ്റ് ഇന്ത്യ കൊണ്ടുപോകരുത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നത്. അപ്പോൾ ഈ ചൈനയിൽ ഒരുപാട് ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ ചൈനയിലെ അമേരിക്കൻ കമ്പനീസൊക്കെ ആപ്പിൾ സാംസങ് അങ്ങനെയുള്ള പല കമ്പനികളും, സാംസങ് അമേരിക്കൻ കമ്പനിയല്ല, അങ്ങനെയുള്ള പല കമ്പനികളും പ്രിഫർ ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷനായിട്ട് പ്ലാൻ ബി ആയിട്ട് കണക്കാക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എന്താ പറയുക, ചൈനയിൽ നിന്ന് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്, ആപ്പിളിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ആപ്പിളിൻ്റെ എല്ലാ വേർഷൻസും ലോകത്തെല്ലായിടത്തും ഇതിന് അമേരിക്കയിലേക്ക് പോയിട്ടും കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യ മുമ്പ് ചൈന കൈവരിച്ച നേട്ടങ്ങൾ അതേ പാതയിലാണ് ഇന്ത്യയും. അത് ഇന്ത്യ ചിലപ്പോൾ ഇപ്പം പിടിച്ചില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ GDP എന്ന് വെച്ചാൽ $4.14 ട്രില്യൺ ആണ്. അപ്പോൾ ഈ $4.14 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യം ഇപ്പോഴിങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ട്രില്യൺ ഒക്കെ ആവും ഇന്ത്യയുടെ GDP. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴിങ്ങനെയാണെങ്കിൽ ഒരു 10 ട്രില്യൺ ആയി കഴിഞ്ഞാൽ ഇന്ത്യയെ തൊടാൻ പറ്റില്ല. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് അറിയാം, ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ ഒരു കാലത്തും ഇന്ത്യയെ പിടിച്ച് കെട്ടാൻ പറ്റില്ല. അപ്പോൾ ചൈനക്ക് കൊടുക്കുന്ന ഉപരോധത്തിൻ്റെ ബെനിഫിഷ്യറി ഇന്ത്യ ഒരിക്കലും ആകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് എന്താണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. അതായത് ചൈനയോട് അധികം കാണിക്കാതെ പാകിസ്ഥാനും ബംഗ്ലാദേശിനൊക്കെ ടാരിഫ് കുറച്ചിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇതുമായി മുന്നോട്ട് പോകുന്നത് ഈ ഒരു ലക്ഷ്യം എന്ന് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ട്രംപിനെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയാണ്. ഇന്ത്യക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ $20 ട്രില്യൺ ആണ്. അത് വലിയൊരു, അതായത് ശരിക്കും അമേരിക്ക ഭയപ്പെടുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഇന്ത്യക്കാരുടെ വർദ്ധിച്ചു വരുന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇത് വന്നാൽ എന്താ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലെ എല്ലാ കാര്യങ്ങളും, അതായത് പല കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും, അതായത് ഇന്ത്യ ഒരു 140 കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. അതായത് 1.4 ബില്യൺ ഒരു എക്കണോമിയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇന്ത്യക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ നടക്കില്ല. ട്രംപിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് എല്ലാ കമ്പനികളും പറിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ആയിട്ട് ലോകത്തിലെ പല സ്ഥലത്തും അമേരിക്കൻ കമ്പനികളെ അമേരിക്കയിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കുക. അപ്പോൾ ഇന്ത്യക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ, വൻകിട കമ്പനികളൊക്കെ, കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ നിർബന്ധിതരാകും. കാരണം വെച്ചാൽ ഇവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഹൈ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളത് ഇപ്പം അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ അത് മറിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചൈനയിലെക്കാട്ടി ആൾക്കാർക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി ഇന്ത്യക്കാർക്കാണ്. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഇങ്ങോട്ട് വരാൻ ഫോഴ്സ് ചെയ്യപ്പെടും. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹം നടക്കില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും നന്നായിട്ട് അലട്ടുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെ. അപ്പോൾ ഇന്ത്യ ഒരാളുടെ സഹായമില്ലാതെ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച ഈ നേട്ടങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്നത്. അപ്പോൾ അത് തകർക്കാൻ എങ്ങനെയെങ്കിലും, അതായത് ചൈനയിൽ നിന്ന് വരുന്ന കമ്പനികൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് വരരുത്, നമ്മൾ ചൈനക്ക് കൊടുക്കുന്ന പണിയുടെ ബെനിഫിഷ്യറി ഇന്ത്യ ആകരുത് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെ. അതായത് $4.1 ട്രില്യൺ GDP ഉള്ള ഇന്ത്യ എങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊരു ചിന്ത തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ അലട്ടുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.